സുനന്ദ, ഇത് വളരെ ക്രൂരതയാണ്. ചക്രവാണി സുനന്ദക്ക് ആവശ്യമില്ലെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ദയവ് ചെയ്ത് അവന്റെ ജീവൻ രക്ഷിക്കണം. ഇയാൾ എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സുനന്ദയുടെ സ്നേഹം ലഭിക്കാൻ വേണ്ടി ഈ ക്ഷേത്രത്തിന് ചുറ്റും 1001 പ്രാവശ്യം ശയനപ്രദർശനം നടത്തുകയാണ് അവൻ. ഇപ്പോൾ ഏതാണ്ട് 918 റൗണ്ടുകൾ പൂർത്തീകരിച്ച് കാണും. ഇനിയും ഉരുണ്ടാൽ അവൻ മരിച്ചു പോകും. ഞാൻ പറഞ്ഞിട്ട് അവൻ അനുസരിക്കുന്നില്ല. സുനന്ദക്ക് മാത്രമേ അവന് പറയാൻ കഴിയൂ. വേഗം ചെന്ന് അവന്റെ ജീവൻ രക്ഷിക്കൂ. സർവശക്ത മുകുന്ദ മുരാരേ ജനാർദ്ദന അമ്മേ നാരായണ മുകുന്ദ ഗുരുവായൂരപ്പ. താനിപ്പോഴേ ഒന്ന് ഉറങ്ങിയോ? നിക്ക മുകുന്ദ. ആ കുട്ടി ചോദിച്ചാൽ എത്ര തവണ ശയനപ്രദർശനം നടത്തുന്ന പറയണ്ടേ? മുകുന്ദ 100 1000 ശിവ ശിവ, ഒറ്റ പ്രദർശനം പോലും പൂർത്തിയാക്കാതെ കണ്ട് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞാൽ ഈശ്വരകോപം ഉണ്ടാവില്ലേ? ഞാൻ എല്ലാം പൊളിച്ചല്ല സ്വാമി. പൊളിഞ്ഞു. തത്ത പക്ഷിശാസ്ത്രം ഇതൊക്കെ വെറും ചീപ്പ് നമ്പറല്ലേ അച്ഛാ? അല്ല, അച്ഛന്റെ സ്റ്റാൻഡേർഡ് ഓക്കെ. പിന്നെ ഞാൻ അവിടെ ചെന്ന് പറയേണ്ടതൊക്കെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തന്നെ. നിങ്ങൾക്ക് ഓർമ്മ അവിടെ പറഞ്ഞാൽ മതി. പിന്നെ നീ അവിടെ എങ്ങനെയാ കേറാൻ പോകുന്നേ? നേരെ അങ്ങോട്ട് കയറി ചെന്നാ പോരെ? യോ വിവരം കെട്ടവനെ, നീ പറമ്പിക്കട പോയിട്ട് മതിലിയാണ്, എന്നിട്ട് റോഡെ വന്നിട്ട് പ്രധാന ഗേറ്റ് കൂടെ അകത്തോട്ട് കയറാം. എടാ നീ കുളവാക്കരുത്. അച്ഛൻ ഇങ്ങനെ പറയുമ്പോഴേ എനിക്ക് കുളം വന്ന പേടി. ഒന്നും ആത്തില്ല. പൊയ്ക്കോ. பார்க்கலாம், கிளி ஜோசியம் பார்க்கலாம். அம்மா முகலட்சணம் பார்த்து சொல்லாமா? ஒண்ணும் வேண்டாம், அப்படி சொல்ல கூடாதம்மா. ஸ்நேகத்தில் இருக்கிற அயல்கார் சண்டை போட்டது உங்க முகத்தை பார்த்தா தெரியும். நான் சொல்றது சத்தியமா இருந்தா மட்டும் எனக்கு காசு கொடுத்தா போதும் அம்மா. அம்மா உங்களை சொல்லி ஒரு பாவம் மனுஷன் நீரி நடக்குന്നുണ്ട്. உங்க கல்யாண விஷயம் ஒரு പ്രശ്നമായിട്ടുണ്ട് ഈ നാട്ടിൽ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അയാൾ തന്നെ നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടും. അതുകൊണ്ട് അയാളുടെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യക്കൂടാതമ്മ. അയാൾ കാണിക്കുന്ന സ്നേഹം സത്യമാണോ? സത്യമാണ്. അയാൾ എന്നെ കെട്ടുമെന്ന് ഉറപ്പാണോ? അവൻ ரொம்ப நல்லவன், பச்சை குழந்தை மாதிரி, தங்கமான மனிதன், உங்களை ஜீவனை போல காதலிக்கிற ஆளு. கடவுள் விசாரிச்சால் போலும் அம்மாவுக்கு வேற கல்யாணம் நடக்காது. நீ அவரை கல்யாணம் கழிச்சுதான் ஆகணும். இல்லன்னா நான் இந்த காக்கால பணியை நிறுத்துவேன். வரட்டுமா? ദക്ഷിണ ഒന്നും വേണ്ടേ? அது உங்க கல்யாணத்துக்கு அப்புறம் நான் வந்து வாங்குறேன். ആട്ടെ, ഇതൊക്കെ പറയാൻ അയാൾ നിങ്ങൾക്ക് എത്ര കാശ് തന്നു? അയ്യോ, ഗുരുവായൂരപ്പ സത്യമായിട്ടും ചക്രവാണി ഒരു പൈസ എനിക്ക് തന്നില്ല. ഇനി ഒരു വഴിയുണ്ട്. ഇത് അവസാനത്തെ കയ്യാ. എന്ത്? നീ സുനന്ദയുടെ കൈ കൊണ്ട് ഒരു അസലടി വാങ്ങണം. പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാനോ? നീ എന്തായി പറയുന്നത്? തല്ലു വാങ്ങിയാലെന്താ? ഞാനത്ര വാങ്ങിച്ചിരിക്കുന്നു. ഒരു കാര്യം നടക്കണമെങ്കിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. ഭാര്യയാകാൻ പോകുന്ന പെണ്ണിന്റെ കൈ കൊണ്ടല്ലേ തല്ലുകൊള്ളുന്നത്? അതൊരു അന്തസ്സല്ലേ? അതെ, ഭാര്യയായി കഴിഞ്ഞ് അവർ നിന്നെ തല്ലില്ലാന്ന് ഉറപ്പൊന്നും ഇല്ലല്ലോ. അവളുടെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളുന്നു എന്ന് എന്നെ വെക്കുക. അതോടെ അവൾ കൂടുതൽ അകന്നു പോവുകയല്ലേ ഉള്ളൂ. ഇല്ല, നിന്നെ തല്ലിയതിന്റെ കുറ്റബോധം സുനന്ദയെ വേട്ടയാടും. ബാർബർ ഷോപ്പ് സ്വന്തമായിട്ടുണ്ടെങ്കിലും സ്വന്തം താടി വടിക്കാതെ നീ നടക്കുന്നു. രാത്രി കാലങ്ങളിൽ വിരഹ ഗാനങ്ങൾ പാടുന്നു. അവസാനം സുനന്ദ വന്ന് പറയുന്നു, നീ തിരിച്ചും പറയുന്നു. അവസാനം പ്രേമം മുട്ടിടുന്നു. അത്രയുള്ള കാര്യം. പക്ഷെ ഞാൻ എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും സുനന്ദ എന്നെ തല്ലുമെന്ന് തോന്നുന്നില്ല. ഒരു പെണ്ണിന്റെ തല്ലുള്ളവരാണ് മാർഗമില്ലാത്തത്. അനുഭവം ഉള്ളവർ പറഞ്ഞു തരും. പറഞ്ഞു കൊടുക്കണം. ഞാൻ പല മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ സുനന്ദയുടെ മുഖത്ത് നോക്കി അവളുടെ തന്തക്കും തള്ളക്കും പുളിച്ച തെറി പറയുക. അത്രയ്ക്ക് സംസ്കാരമില്ലാതെ പെരുമാറാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതെ, നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ സംസ്കാരമുള്ളതായിരിക്കണം. പിന്നെ ഒരു കാര്യം ചെയ്യാം, സുനന്ദ വരുന്ന വഴി ചക്രവാണി തുണിപൊക്കി കാണിക്കണം. ചക്രു പറഞ്ഞാലും കാര്യമുണ്ട്. നമുക്കേ സുനന്ദയുടെ ബ്ലൗസ് വലിച്ചു കയറിയാലോ? എടാ, നീ അവിടെ ബഹളം ഉണ്ടാക്കേണ്ടിരിക്കും. ഇരിക്കാൻ എന്താ മൂത്രമൊഴിക്കാൻ പോണോ? മൂത്രമൊഴിക്കാനല്ല, ഞാൻ ആലോചിക്കട്ടെ. വേണ്ട, നീ അവളുമായി ആത്മാർത്ഥമായിട്ടൊന്ന് സംസാരിക്കണം. എന്നിട്ട് പറയണം,
നിന്റെ നാവ് കൊണ്ട് എന്നെ പ്രേമിക്കുന്നു എന്ന് പറയാതെ വിടില്ല ഞാൻ വിടില്ല ഞാൻ വിടില്ല ഞാൻ വിടില്ല ഞാനൊന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാ പോരെ ആ ഒന്നെങ്കിൽ ഒന്ന് പറഞ്ഞാ മതി പക്ഷെ അവള് പറയാതെ നീ കൈയെടുക്കരുത് ഒന്നുകിൽ അവൾ നിന്നെ പ്രേമിക്കും അല്ലെങ്കിൽ അടി ഉറപ്പാ ഒരു റിഹേഴ്സൽ ഞാൻ കാണിച്ചു തരാം നീ സുനന്ദ ഞാൻ ചക്രവാണി അതായത് നീ ആ സുനന്ദ വാ നടന്നു വാ സുനന്ദേ വിടില്ല ഞാൻ വിടില്ല ഞാൻ വിടില്ല ഞാൻ ഒരു ടാക്സി വിളിക്കണം സുനന്ദ എങ്ങോട്ടാ ചെമ്പാശ്ശേരിയിലെ ശ്രീദേവി അറിയില്ലേ മനയിലെ നമ്പൂരിയുടെ മോളല്ലേ ഞാൻ അവിടെ വരെ പോവാ എന്താ ചക്രു വിടില്ല ഞാൻ ഒരു ഉത്തരം പറയാതെ വിടില്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ മനെ പോവാണെന്ന് അതല്ല ഒന്നുകിൽ എന്റെ ചെകിട്ടത്ത് അടിക്കണം അല്ലെങ്കിൽ എന്നെ പ്രേമിക്കുന്നു എന്ന് പറയണം ഞാൻ മനെ പൊന്നും ചക്രുണ്ടാ കളിക്കൂട്ടുകാരൻ അങ്ങനെ മറന്നു കളയരുത് സുനന്ദ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അച്ഛനും അമ്മാവനും പന്തയം വെച്ചുകൊണ്ട് പറയല്ല സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടി പറയാ ആര് കണ്ടാലും കുഴപ്പമില്ല ഒരു ഉത്തരം കിട്ടാൻ ഞാൻ കയ്യിൽ നിന്ന് പിടിവിടില്ല ആരെങ്കിലും കാണും കാണട്ടെ വിടില്ല മര്യാദക്ക് നടക്കുന്ന പെമ്പിള്ളേരെ പുറകെ നടന്ന് ഇവനെ ഞാനത് ഓക്കിർത്തരം കാണിക്കുന്ന ഒരു അതിരുവ സൂക്ഷിച്ചോ നീ എന്നെ സൂക്ഷിക്കാനാടാ ഇങ്ങോട്ട് വാടാ എന്റെ മോനെ തല്ലിക്കാർക്ക് നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല പട്ടാ പകല് പെരുവഴിയിൽ വെച്ച് പെമ്പിളരെ കയറി പിടിച്ചാൽ തല്ലുകൊള്ളൂടാ മക്കളെ മര്യാദക്ക് വളർത്തണം എന്റെ മോനെ മര്യാദക്കിനാണ് ഞാൻ വളർത്തിയിരിക്കുന്നത് അവൻ കയറി പിടിച്ചിരിക്കുന്നേ അവൻ കെട്ടാമോന്ന് പെണ്ണിനെയാ നിനക്കത് പൊളിട്ടുണ്ടെങ്കിലേ അവരെ കല്യാണം നടത്തി കൊടുക്കടാ എന്റെ കൊക്കിലെ ജീവനുണ്ടെങ്കിൽ നടക്കൂലടാ നടക്കുവോ നടക്കില്ലെന്ന് ഞാൻ കാണിക്കാറാടാ എടാ മണ്ട പോരാ നീ നാട്ടുകാർ മുഴുവൊക്കെ പറഞ്ഞില്ലേടാ എന്റെ മോൻ നിന്റെ മോളെ കയറി പിടിച്ചെന്ന് ഇനി ആ പെണ്ണിനെ ആരെങ്കിലും കെട്ടുപോടാ മണ്ട ഞാൻ അവിടെ ഇല്ല ഞാൻ നന്നായി ഉണ്ടായിരുന്നെങ്കിലോ ആദ്യത്തെ അടി എനിക്കൊണ്ടേനെ അതോറപ്പാ അല്ല സുനന്ദ കുഞ്ഞിനെ കാവൽ ഏർപ്പാടാക്കിയിട്ട് താൻ എവിടെ പോയിരുന്നു എന്താ സൊല ഈ പറയുന്നത് നേതാജിയുടെ ചെലവ് ഭാഷ എനിക്ക് മാറ്റിവെക്കാൻ പറ്റുമോ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ജാലിയൻ ബാലാബാഗ് വീണ്ടും ആവർത്തിക്കേണ്ടി വന്നനെ അവരുടെ അഡ്രസ് എങ്കിലും ഒന്ന് തരാമോ എന്തിനാ ഞാൻ ഇപ്പൊ പോയി വെടിവെച്ചു വരാം വേണ്ട ഇനിയിപ്പൊ തന്റെ ചരമവാർഷികം കൂടി ഞങ്ങൾ ആഘോഷിക്കേണ്ടി വരും ഏതായാലും നമ്മുടെ ജാതിക്കാർക്ക് വലിയ നാണക്കേടായി പോയി ഈ കളി ഇനി അധികം മുന്നോട്ട് പോകില്ലടാ ഇത് ഇവിടം കൊണ്ട് തന്നെ അവസാനിപ്പിക്കണം അപ്പൊ അവരുടെ കല്യാണം നടത്താൻ പോവാണോ അല്ല നിന്റെ 16 അടിയന്തരം നടത്താൻ പോണു ഒരു കലാശക്കളി തന്നെ നടത്തണം ഓ മനസ്സിലായി കലാശക്കളി ഞാൻ ഉത്തമനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാ അവനെ വിളിക്കുന്നത് അവൻ ഈ കാര്യം അറിയിക്കണ്ട ആ നിന്റെ ആങ്ങളെ വിളിച്ചു വരുത്തുന്നതിന് നീ എന്തിനാ പരിഭ്രമിക്കുന്നത് അവനും കൂടി അറിയട്ടെ ഈ വിവരങ്ങളൊക്കെ അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വെട്ടും കുത്തൊക്കെ ആവും നിങ്ങൾ ഈ പ്രശ്നം കൂടുതൽ വഷളാക്കണ്ട ഇതിൽ കൂടുതൽ ഇനി എന്ത് വഷളാകാനിരിക്കുന്നു നമ്മുടെ കുടുംബത്തൊരു പ്രശ്നം ഉണ്ടായിട്ട് അളിയനെ അറിയിച്ചില്ലെന്ന് പരാതി പറയരുതല്ലോ അതെ എത്ര പേരുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുത്തിട്ടുള്ള ആളെ ഉത്തമൻ ചേട്ടൻ കിട്ടാനുള്ള പണം വാങ്ങിക്കൊടുക്കല് കണക്ക് തീർത്ത് തല്ലുകൊടുക്കല് ഓർഡർ അനുസരിച്ച് കൈകാലി വെട്ടല് അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടുള്ള ആളാ അയാൾ വന്ന് ഇതൊന്ന് പരിഹരിക്കട്ടെ എന്റെ ഈശ്വര